താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPM നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി കൊലപാതകിയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ എത്രത്തോളം നീചമായിട്ടാണ് മുസ്ലിം ലീഗ് ആക്രമിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് ബോട്ടപകടം നടന്നു ഉടനെ തന്നെ മന്ത്രിക്കെതിരായിട്ട് വലിയ പ്രസ്താവന നടത്തി. മന്ത്രിയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ബോട്ടുടമസ്ഥനും മന്ത്രിയുമായിട്ട് എന്തോ ബന്ധങ്ങളുണ്ട് എന്ന് പറയാം. അതൊക്കെ ജനം തള്ളിക്കളഞ്ഞതാണ്. നമ്മുടെ നാട്ടിലെ താനൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ബോട്ടപകടം നടന്ന പ്രദേശത്തെ പ്രത്യേകതകളും എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം മുസ്ലിം ലീഗിന് അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങാത്ത പ്രദേശമാണ് ഈ ബോട്ടപകടം നടന്നിട്ടുള്ള എല്ലാ പ്രദേശവും. ആ പ്രദേശത്ത് നിന്ന് ജയിച്ചിട്ടുള്ള എല്ലാ കൗൺസിലർമാരും മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരാണ്. എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ള ലീഗിന്റെ കൗൺസിലർമാരാണ്. ചെയർമാൻ അവിടെ ഉള്ള ആളായിരുന്നു. ഇവരാരും അറിയാതെ അവിടെ അങ്ങനെ ഒരു അംഗീകാരമില്ലാതെ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത് പ്രതീക്ഷിക്കാനേ വയ്യ. കാരണം നമുക്കറിയാം, ഇതിന്റെ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയിലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്. അന്നും ഇതേപോലെ തന്നെ ഒരു പ്രചരണം നടത്തിയ പ്രചരണത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞത്. ഇപ്പൊ വീണ്ടും ഒരു മനോനില നഷ്ടപ്പെട്ട നേതൃത്വമാണ് മന്ത്രി വി അബ്ദുറഹിമാൻ കൊലപാതകം നടത്തിയെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. പൂരപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ടിന് അനുമതി നൽകുന്നതിൽ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന തരത്തിൽ സ്വകാര്യ ചാനലിൽ വന്ന ശബ്ദ സന്ദേശം മുൻനിർത്തിയാണ് ഇപ്പോൾ വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ ഈ ശബ്ദ സന്ദേശത്തിൽ എവിടെയും മന്ത്രി വി അബ്ദുറഹിമാന്റെ പേരോ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇടപെട്ടതായോ പറയുന്നില്ല. വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാജ പ്രചരണങ്ങളും സമരനാടകങ്ങളും അരങ്ങേറുന്നത്. ബോട്ടപകടം വന്നയുടൻ തന്നെ മന്ത്രിക്കെതിരെ വ്യാപക പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ജനം ഇത് തള്ളിക്കളയുകയായിരുന്നു. ബോട്ട് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് രേഖകൾ നൽകേണ്ടത് നഗരസഭയാണ്. മുസ്ലിം ലീഗ് കൗൺസിലർമാർ മാത്രമുള്ള ഒരു പ്രദേശത്ത് രേഖകളില്ലാതെ ബോട്ട് സർവീസ് നടത്തുന്നത് ഇവർ അറിഞ്ഞില്ല എന്നത് ദുരൂഹമാണെന്നും CPIM നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അസൂയാവഹമായ വികസന പ്രവർത്തനങ്ങളാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വിറളി പൂണ്ട ലീഗാണ് വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം അത് വൈകിപ്പിക്കുക മാത്രമല്ല, ഇപ്പോൾ പണി പൂർത്തിയാവാതെ ഒരു കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ആ ഉദ്ഘാടനത്തിൽ പോലും വളരെ മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആയിരുന്നു. ആ മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തന്നെ ഓൺലൈനിലാണ് ഉദ്ഘാടനം ചെയ്തതെങ്കിൽ പോലും അധ്യക്ഷത വഹിക്കേണ്ട മന്ത്രി ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് എത്താത്തത് എന്നുള്ളത്, ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്, നിയോജകമണ്ഡലത്തിന് അഭിമാനമാവുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്താത്തത് താനൂരിലെ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും നാട്ടുകാരോടും അദ്ദേഹം ചെയ്തിട്ടുള്ള അനീതിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 തവണയും മത്സരരംഗത്തുണ്ടായിരുന്ന വി അബ്ദുറഹിമാനെതിരെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നട്ടാൽ മുളയ്ക്കാത്ത പ്രചരണം ലീഗ് നടത്തിയിരുന്നു. ഒരു തവണ ആക്രമിക്കുകയും ചെയ്തു. മനോനില നഷ്ടപ്പെട്ട നേതൃത്വമാണ് മന്ത്രി വി അബ്ദുറഹിമാൻ കൊലപാതകം നടത്തിയെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. വ്യക്തിപരമായിട്ടായാലും എന്ത് കൊലപാതകം നടത്തിയത് ഇവർ പറയുന്നത്? ഇവർക്ക് മനോനില നഷ്ടപ്പെട്ടിട്ടുണ്ട്. താനൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് മനോനില നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മനോനില നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആക്ഷേപം പറയുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ വീഡിയോയിൽ എവിടെയെങ്കിലും വി അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു, വി അബ്ദുറഹ്മാന്റെ BS വിളിച്ചു, അല്ലെങ്കിൽ വി അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്ന് തെളിയിക്കാനാവുന്ന എന്തെങ്കിലും കടലാസുകയിലുണ്ടോ? ഇതൊരു അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുമ്പിലല്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ, ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KT ശശി, M. അനിൽകുമാർ, ബാലകൃഷ്ണൻ ചുള്ളിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പരപ്പനാടൻ പൾസ്, താനൂർ.